ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വ്യക്തി എന്തൊക്കെ സാഹചര്യത്തിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ബാക്ക് ടു റീഡിംഗ്. അതിന് പോണതിന് തൊട്ട് മുൻപായിട്ട് പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, സോ ബാക്ക് ടു റീഡിംഗ്. സോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് അത്യാവശ്യം പോസിറ്റിവിറ്റി ആയിട്ടുള്ള സ്പ്രെഡ് തന്നെയാണ്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും അകന്ന് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആയാലും ശരി, സക്സസ് ആയില്ലെങ്കിലും ശരി, അതായത് സ്മൂത്ത് ഗോയിങ് ആയിക്കോട്ടെ, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇപ്പം തന്നെ പോയി ആ വ്യക്തിക്ക് മെസ്സേജ് ചെയ്യാനല്ല പറയുന്നത്. തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ആ ഒരു നല്ല നല്ല നിമിഷങ്ങൾ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അതിന് വീണ്ടും കിട്ടിയിരുന്നെങ്കിൽ, അതായത് അത്തരത്തിലുള്ള ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ ഇനി വീണ്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കിട്ടിയിരുന്നെങ്കിൽ, കടന്നു വന്നിരുന്നെങ്കിൽ എന്ന് ഈ പേഴ്സൺ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ എവിടേക്കോ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിട്ട് കാണിക്കുന്നു. അത് മേ ബി ഈ പേഴ്സൺ ഒരു ജോലി സംബന്ധമായിട്ട് വീട് വിട്ട് ദൂരേക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കേണ്ട ഒരു ജീവിത സാഹചര്യമായിട്ട് കാണിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ദൂരെ വിദേശത്ത് പോയിട്ടുണ്ടാകണം ജോലി തേടി, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി അതല്ലാന്നാണെങ്കിൽ ഈ പേഴ്സന്റെ ചുറ്റിനും ഒരുപാട് എനർജീസ് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ മനസ്സുകൊണ്ട് ഒറ്റയ്ക്കാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ തീർച്ചയായിട്ടും നമുക്കിവിടെ എടുത്തു പറയാനാണെങ്കിൽ നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ പൂർവികർ തമ്മിൽ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നു. അത് ചിലപ്പോൾ നിങ്ങൾക്കും ഈ പേഴ്സണും അറിയാൻ പറ്റുന്നുണ്ടാകാം. അതല്ല എങ്കിൽ അല്ലാതെ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ നിങ്ങൾ ഒരിക്കലും വിട്ടുപിരിയാനായിട്ട് സാധിക്കുന്നില്ല. അതിന്റെ പിന്നിലുള്ള സത്യം എന്താണെന്നാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പേഴ്സന്റെ സാഹചര്യം എന്ത് തന്നെ ആണെങ്കിൽ പോലും ചിലപ്പോൾ ഏറ്റവും മോശപ്പെട്ട സാഹചര്യമായിരിക്കാം, ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കാം, ഒറ്റയ്ക്ക് ജോലി ചെയ്ത് കുടുംബം നോക്കേണ്ട അവസ്ഥയായിരിക്കാം. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഈ വ്യക്തിയുടെ തലയിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി ഒറ്റപ്പെട്ട് നടക്കുക എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ വ്യക്തിയുടെ കുടുംബത്തിന്റെ മുഴുവനും ചുമതലയും ഈ വ്യക്തിയുടെ തലയിലാണെങ്കിൽ ഈ വ്യക്തി രാവും പകലും ഇല്ലാതെ അധ്വാനിക്കുക, കുടുംബത്തെ നോക്കുക, ആ ഒരു ചിന്തയിലേക്ക് ഒതുങ്ങിച്ചേർന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥയോ സാഹചര്യമോ ഈ വ്യക്തിക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ കിട്ടുന്ന സമയം ജോലി ചെയ്യുക, കടങ്ങൾ ഉണ്ടെങ്കിൽ അത് വീട്ടുക, വീട്ടുകാരെ അന്വേഷിക്കുക, ധാരാളം ഉത്തരവാദിത്തങ്ങളുള്ള പേഴ്സണായിട്ട് കാണിക്കുന്നു. അപ്പോൾ അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്ത് മുന്നോട്ട് പോവുക. ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പേഴ്സൺ ഇരുട്ടിൽ തന്നെയാണ്, വെളിച്ചത്തിലാണ് എന്ന് ഈ പേഴ്സൺ അഭിനയിക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ടോട്ടലി
നമുക്ക് കാണാനാണെങ്കിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു ഡാർക്ക്നെസ്സിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നതായിട്ട് കാണിക്കുന്നു. ഈ പേഴ്സന്റെ വിഷമം പോലും വീട്ടിലുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അതിനേലും തകർന്ന രീതിയിലായിരിക്കാം ഈ വ്യക്തിയുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിലും വിഷമിച്ച് കാണിക്കാൻ അല്ലെങ്കിൽ മാനസികമായിട്ട് തളരാനുള്ള ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ ഈ വ്യക്തി ഉള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാ വികാരങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഈ വ്യക്തി മനസ്സിൽ ഒതുക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമുക്ക് ലാസ്റ്റ് കാർഡ് ലൈറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഇതിനൊരു പ്രതീക്ഷയുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടാകും, നല്ലത് സംഭവിക്കും എന്നുള്ള തരത്തിലുള്ളൊരു ചിന്തയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇത്രയും മോശപ്പെട്ട സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടും ഈ വ്യക്തിക്ക് ഈ ഒരു പ്രതീക്ഷ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം തന്നെയാണ്. നിങ്ങളായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി, ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് എന്തെന്നില്ലാത്ത ഒരു പ്രതീക്ഷയാണ് ഈ ഒരു പ്രണയബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഇപ്പോൾ സംസാരിക്കാതിരിക്കുന്ന അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഏതൊരു സാഹചര്യമാണെങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ആശങ്കകൾ ഉണ്ട്, നല്ല രീതിയിലുള്ള ആശങ്ക ഉണ്ട്, ഉത്കണ്ഠയുണ്ട്. തീർച്ചയായിട്ടും ഈ പേഴ്സണ് നിങ്ങളുമായിട്ട് തന്നെ ഒന്നിച്ചു ചേരണം, ഒരു വിവാഹം തന്നെയാണ് ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. പക്ഷെ കർമ്മ ദുരിതങ്ങൾ ഈ വ്യക്തിക്കുണ്ട്. അതായത് ചെറിയ തരത്തിലുള്ള കാർമിക് സംബന്ധമായിട്ടുള്ള ആളുകൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ഒരു ആവശ്യവും ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഈ വ്യക്തിയുടെ സ്വന്തം അച്ഛനും അമ്മയുമായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ മുൻ കാമുകരോ കാമുകിയോ ആയിരിക്കാം. അത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ആളുകളുടെ ഊർജവും നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, എനർജീസ് നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. സോ അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജീസ് കാരണം ഈ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഈ റിലേഷൻഷിപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഈ ഒരു കർമ്മമായിട്ടുള്ള അല്ലെങ്കിൽ ബാഡ് കർമ്മകൾ ഈ പേഴ്സണെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളും കൺഫ്യൂഷൻസും ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ ഈ വ്യക്തിക്ക് നിങ്ങളായിട്ടുള്ള കല്യാണത്തെ കുറിച്ച് ആലോചിക്കും. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം എന്നുള്ള ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഈ പേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ട് ഈ വ്യക്തി ചിന്തിക്കും. സോ അത് ചിന്തിച്ചു കഴിയുമ്പോൾ ഈ വ്യക്തി പിന്മാറും. ഈ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഈ വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് അയക്കും, നല്ലോണം സംസാരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും വീണ്ടും ഈ വ്യക്തി തിരിച്ചു വന്നു എന്ന്. പക്ഷെ 1-2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ വ്യക്തി പോകും, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആകും, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആകും. ഈ വ്യക്തിയെക്കുറിച്ച് ഒരു പരിചയവും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തോന്നൽ വരും, വീണ്ടും വരും, പോകും. ഈ ഒരു രീതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അത് ഈ വ്യക്തി നല്ല രീതിയിൽ മാനസിക വിഷമങ്ങളും റെസ്പോൺസിബിലിറ്റീസും അനുഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഈ വ്യക്തിക്ക് ഒന്നിനോടും പൂർണ്ണ മനസ്സോടു കൂടി നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ചില സമയത്ത് പ്രതീക്ഷകൾ കൈവിടുന്നു, ഈ വ്യക്തിക്ക് മടുപ്പ് വരുന്നു. അങ്ങനെ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇത്രയുമാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വ്യക്തിയുടെ സാഹചര്യം ഇതാണ്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. നമുക്ക് മാരേജിന്റെ കാർഡാണ് കിട്ടിയിട്ടുള്ളത്, സെറമണിയാണ്. അപ്പൊ നിങ്ങളായിട്ട് ഉള്ള ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ഒരു ബന്ധം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും. പക്ഷെ പലതരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് വരുന്നത് കൊണ്ട് ഈ വ്യക്തി പിന്നിലേക്ക് വലിയുന്നു, അല്ലെങ്കിൽ നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ എന്നുള്ള ലെവലിലേക്ക് ഈ വ്യക്തി പോകുന്നു. അത് ഈ വ്യക്തിയെയും കുറ്റം പറയാൻ സാധിക്കില്ല.
കാരണം ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ വ്യക്തി അങ്ങനെ ചെയ്തു പോകുന്നത്. അപ്പൊ ശരിയായിട്ടുള്ള ഒരു എനർജിയിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കർമ്മ ക്ലിയർ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഈ വ്യക്തി ചിലപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ചെയ്യുന്നില്ല എന്നാണെങ്കിൽ കുറച്ചധികം സമയം കൂടെ വേണ്ടി വരും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു വരാനായിട്ട്. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുന്നത്. സോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.